അല്ല, ഇതുപോലുള്ള നിരവധി പദയാത്രകൾ കോർപ്പറേഷനിലുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര കഴിഞ്ഞു. ഇനി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവരുടെ പദയാത്ര അടുത്ത ദിവസമുണ്ട്. അതുപോലെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും നേതാക്കൾ നയിക്കുന്ന പദയാത്രയുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഓരോ വീട്ടിലും ഓരോ ഗ്രാമത്തിലും എത്തുന്ന രീതിയിലുള്ള വിപുലമായ പ്രചാരണ പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായ തിരുവനന്തപുരം കോർപ്പറേഷനെ ഇത്തവണ അധികാരത്തിലെത്തിക്കുക എന്നുള്ള വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. UDF LDFിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെ കെ മുരളീധരൻ ഫോർ LDF എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. കെ മുരളീധരനും UDFും LDFിനെ സഹായിക്കാനുള്ള ഒരു നിഗൂഢമായ നീക്കമാണ് നടത്തുന്നത്. അത് ഞങ്ങൾ കാലേക്കൂട്ടി തിരിച്ചറിയുന്നുണ്ട്. അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചാരണമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അല്ല, ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രശാന്ത്, ദേവസ്വം മന്ത്രി വാസവൻ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇത്രയും ആളുകളിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാനാണ് വാസുവിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത്. വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വാസുവാണ് സ്വർണം ചെമ്പാക്കിയ രേഖ ഉണ്ടാക്കിയത്. സ്വർണ്ണപ്പാളികൾ പൊളിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് വാസുവാണ്. ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ള ആളാണ് വാസു. അപ്പോൾ വാസു അറസ്റ്റിലായാൽ, ശരിയായ നിലയിൽ ചോദ്യം ചെയ്താൽ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തും. ഇപ്പോൾ വാസവനിലേക്കും അത് പോകും, പ്രശാന്തിലേക്കും അത് എത്തും. കാരണം ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ് നടന്നിരിക്കുന്നത്. 2019 മാത്രം നടന്നതല്ല. 2019 മുമ്പും അതിനുശേഷവും ഇന്ന് വരെ നടന്ന ഒരു തുടർ അഴിമതിയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു തുടർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും കൈയിട്ട് വാരിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനും വാസവനും പ്രശാന്തും ഈ അഴിമതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമ്പോഴാണ് ശരിയായ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണം തൃപ്തികരമല്ല. ഞങ്ങൾ നിയമവഴിയിലൂടെ മറ്റു മാർഗങ്ങളും സ്വീകരിക്കുന്നതാണ്. അത് ഒരു തെറ്റായ പ്രചരണമാണ്. സ്ഥാനാർത്ഥികളെ ജാതിയും മതവും നോക്കി തീരുമാനിക്കുന്നത് LDFും UDFുമാണ്. LDFും UDFും തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുമ്പോൾ ഇന്നേ വരെ അതെന്താ, ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പറ്റൂലേ? ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ UDFിൻ്റെ LDFിൻ്റെ കുത്തകയാണോ? ഒരു കള്ളപ്രചരണമാണ്. ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും കൊടുത്തിട്ടുണ്ട്. ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കും. മുസ്ലിങ്ങൾക്കും കൂടുതലായിട്ട് കൊടുക്കും. അതൊന്നുമില്ല. അങ്ങനെ ഒരു സർക്കുലറില്ല. അങ്ങനെ ഒരു സർക്കുലറൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ന്യൂനപക്ഷത്തിന് കൊടുക്കാത്തത്? നിങ്ങൾ എന്തൊരു ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേവലാതി, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയും കൊടുക്കുന്നില്ല. അപ്പം എല്ലാവർക്കും കൊടുക്കണ്ടേ? എല്ലാവർക്കും കൊടുക്കണ്ടേന്ന് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നത് തന്നെയല്ലേ. ഞങ്ങൾ പ്രത്യേകം കണക്കെടുത്ത് കൊടുക്കുകയല്ല, എല്ലാവർക്കും കൊടുക്കണം സീറ്റ്. കാരണം അവരും ഇവിടുത്തെ പൗരന്മാരാണ്. ക്രിസ്ത്യാനികളും പൗരന്മാരാണ്, മുസ്ലിങ്ങളും പൗരന്മാരാണ്.